ന്യൂസ് ട്രെൻഡ്സ് തുടരുന്നു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകി. പത്രികാ സമർപ്പണത്തിനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊപ്പം. പിന്തുണ ഉറപ്പിച്ച് NDA ക്യാമ്പ്. YSR കോൺഗ്രസ് പിന്തുണ അറിയിച്ചു. BRSന്റെ തീരുമാനം ഇന്ന്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന്. സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പങ്കെടുക്കും. സുദർശൻ റെഡ്ഡിയുടെ പത്രികാ സമർപ്പണം നാളെ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ശർമ്മയ്ക്ക് നേരെ പൊതുപരിപാടിക്കിടെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖത്തടിച്ചു. സംഭവം ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിൽ. പരുക്കേറ്റ രേഖ ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി പിടിയിൽ. അപലപിച്ച് BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ചേർത്തല ജൈനമ്മ കൊലപാതക കേസിലെ നിർണായക സാക്ഷിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18. കൊലപാതകം നടത്തിയ ശേഷം വരാന്തയിലിരുന്ന സെബാസ്റ്റ്യൻ ഒരു കുപ്പി മദ്യം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് ഫ്രിഡ്ജ് വാങ്ങി. ന്യൂസ് 18നോട് സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഓട്ടോ ഡ്രൈവർ മനോജ്. പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും. നടപടി മരിച്ച ആശയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുന്നു. ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാൾ. യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. വേടൻ ഒളിവിൽ തന്നെയാണെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ. പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടില്ലെന്നും വാദം. ഇന്നലെ അറസ്റ്റ് തടഞ്ഞത് നിരവധി ചോദ്യങ്ങളോടെ. വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ വേടൻ വഞ്ചിച്ചത് മാനസികമായി തകർത്തെന്ന് പരാതിക്കാരി. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്ക്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന് അന്വേഷണ സമിതി. കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൽ. ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച സംഭവിച്ചു. ജയിലിലെ അവസ്ഥ വളരെ മോശമാണെന്നും അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണവും ആവശ്യമാണെന്നും കണ്ടെത്തൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമാ താരം രമേഷ് പിഷാരടി സ്ഥാനാർത്ഥിയായേക്കും. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമെന്ന് സൂചന. അനാരോഗ്യം അലട്ടുന്ന K. ബാബു വീണ്ടും മത്സരിച്ചേക്കില്ല. ഈ സാഹചര്യത്തിൽ രമേഷ് പിഷാരടിയെ കോൺഗ്രസ് പരിഗണിക്കുന്നു. പിഷാരടിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തി. രാജു P. നായരും തൃപ്പൂണിത്തുറയിൽ പരിഗണനയിൽ. കോഴിക്കോട് കോൺഗ്രസിന്റെ യുവജന സമ്പർക്ക പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ചാണ്ടി ഉമ്മൻ MLA. അന്വേഷിക്കുമെന്ന് വിശദീകരണം തേടുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ.